all my beautiful souls, welcome back to my channel. I'm so happy and excited to be here with another tarot reading. And I hope all my friends are safe and doing awesome today. So, ഇന്ന് നമ്മൾ ടാരോട്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നത് യുവർ പേഴ്സൺസ് കറണ്ട് ഫീലിംഗ്. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്, അവരുടെ കറണ്ട് ഫീലിംഗ്, കറണ്ട് ഇൻറ്റൻഷൻ ആൻഡ് നെക്സ്റ്റ് മൂവ് ടുവേർഡ്സ് യു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളെ മനസ്സിൽ വിചാരിക്കുക, അവരായിട്ട് സ്പെൻഡ് ചെയ്ത് കുറച്ച് നല്ല മൊമെന്റ്സ് ഒക്കെ വിചാരിക്കുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു സ്റ്റോൺ സെലക്ട് ചെയ്യാം. ഓൾറൈറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് നമ്പർ 1. ബ്ലൂ കളർ സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ എന്താണ് അവരുടെ ഒരു കറണ്ട് ഫീലിംഗ്, കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് ഇൻറ്റൻഷൻ ആൻഡ് നെക്സ്റ്റ് മൂവ് ടുവേർഡ്സ് യു. ഓൾറൈറ്റ്, സോ മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ ഒരു സീക്രട്ട് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കും. അത് എന്തിനാണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരൊക്കെ അറിയുമ്പം ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കില്ല എന്ന് അവർക്കൊരു തോന്നലുണ്ടാവാം. അതുകൊണ്ടാണ് അവർ നിങ്ങളെ സീക്രട്ട് ആയിട്ട് വെക്കുന്നുണ്ടാവുക. നിങ്ങളോടുള്ള ഒരു സ്നേഹം, ഈ ഒരു റിലേഷൻഷിപ്പൊക്കെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കോൺടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരു മാറ്റം ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ എന്തെങ്കിലും റെസ്പോൺസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവാം, അവരതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയമായിരിക്കാം ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. ഇപ്പം കറൻ്റ്ലി അവർ സീക്രട്ട് ആയിട്ട് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എന്തൊക്കെയാണ് അവരുടെ കറന്റ് ഫീലിങ്സ്, എന്താണ് അവരുടെ കറന്റ് ഇന്റൻഷൻ ആൻഡ് നെക്സ്റ്റ് മൂവ് നമുക്ക് നോക്കാം. Their current feeling, intention and next move towards you. Number 1, എന്താണ് അവരുടെ കറന്റ് ഫീലിങ്സ്, കറന്റ് ഇൻറ്റൻഷൻ ആൻഡ് നെക്സ്റ്റ് മൂവ് ടുവേർഡ്സ് യു. സോ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലിപ്പോൾ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല, ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിലൊരു ന്യൂ സ്റ്റാർട്ട് വരുന്നുണ്ട്, റിലേഷൻഷിപ്പിൽ ന്യൂ സ്റ്റാർട്ട് വരുന്നുണ്ട്, ന്യൂ ബിഗിനിങ്. ബിക്കോസ് അവർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. their current feeling, intention and next move towards you. Intention and next move towards you. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, എന്തെങ്കിലും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. മേ ബി രണ്ടാൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, ഇമോഷണലി എന്ത് തീരുമാനം എടുക്കണം എന്നറിയാത്ത സിറ്റുവേഷൻ ആണ്. അവരുടെ ലൈഫിൽ 2 ഓപ്ഷൻസ് ഉണ്ടാവാം. തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ എന്നാലും അവർക്ക് ആ ഒരു അഡിക്ഷൻ നിങ്ങളോടുണ്ട്. ഓക്കെ, നിങ്ങളോട് ഭയങ്കര ഒരു അഡിക്ഷൻ അവർക്ക് ഉണ്ടാവും, ഒരു ഫിസിക്കൽ അഡിക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ കോൺടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ അവർ സീക്രട്ട് ആയിട്ട് നോക്കുന്നുണ്ടാവാം. അവർ നിങ്ങളെ വീണ്ടും അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. നമ്പർ 1, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെൻറ്റ്സ്, എന്തെങ്കിലും വഴക്ക് ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾ തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഫാമിലിയൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും. അതിൽ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടാതെ വേറെ ആരെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് ഈ റിലേഷൻഷിപ്പൊക്കെ എൻഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് അവർ വീണ്ടും അവരുടെ ലൈഫിലേക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളായിട്ടൊരു ന്യൂ ബിഗിനിങ്, നിങ്ങളായിട്ടൊരു ന്യൂ സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ബന്ധം പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ, സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം അവർ നിങ്ങളെ സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുന്നത്. കറൻ്റ്ലി ഈ ഒരു സിറ്റുവേഷൻ എൻഡാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലിപ്പം റിലേഷൻഷിപ്പിലായിരിക്കില്ല, പക്ഷെ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്നുണ്ട്. കാരണം നിങ്ങളോട് അവർക്ക് ഒരുപാട് പാഷൻ ഉണ്ട്.
അവർക്ക് ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളടുത്തുണ്ട്. ഈവൻ ഈ ഒരു റിലേഷൻഷിപ്പ് അതിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളടുത്തുണ്ട്. അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. കാരണം അവർക്ക് ആ ഒരു പാഷൻ, ആ ഒരു അഡിക്ഷൻ നിങ്ങളടുത്തുണ്ട്. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ സീക്രട്ടായിട്ട് കൊണ്ടുപോകാനായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, വാട്ട് ഈസ് ദെയർ ഇൻറ്റൻഷൻ ടുവേർഡ്സ് യു? എന്താണ് അവരുടെ ഇൻറ്റൻഷൻ? വാട്ട് ഈസ് ദെയർ ഇൻറ്റൻഷൻ? സോ ഡെഫിനറ്റ്ലി അവർ നിങ്ങൾ ലൈഫിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളായിട്ടുള്ള കോണ്ടാക്റ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം, നിങ്ങളായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളായിട്ട് വീണ്ടും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അതാണ്. കാരണം അവർക്ക് നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് മിസ് ചെയ്യുന്നുണ്ട്. ദേ വോണ്ട് ടു കം ബാക്ക് ടു യുവർ ലൈഫ്. അതിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും. അവർ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് എന്താണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, their next move towards you. What is their next move towards you? So again like lot of ആർഗ്യുമെന്റ്സ് ഉണ്ടാവും, വഴക്കുണ്ടാവും നിങ്ങൾ തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്. ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങളായിട്ടൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാരണം അവരുടെ മനസ്സിൽ അവരിപ്പോൾ നിങ്ങളിപ്പോൾ കോണ്ടാക്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ച് എന്ന് പറയുന്നത് നിങ്ങളാണ്. ഓക്കെ, നിങ്ങളോടൊരു സ്പെഷ്യൽ ഇഷ്ടം അവർക്കുണ്ട്. നിങ്ങൾ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സക്സസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സക്സസ് ഒക്കെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചാൽ അവർക്ക് ഒരുപാട് സക്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവും എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് മൂവ്. സോ their next move is definitely reunion. ഓക്കെ, അവർ ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ സംസാരിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഈവൻ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, ഓക്കെ, ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ, കാരണം നിങ്ങൾ അവരൊരു സക്സസ്ഫുൾ ആയിട്ടാണ് കാണുന്നത്, നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ ഒരുപാട് ഹാപ്പി ആയിരിക്കും. അവർ ആഗ്രഹിക്കുന്ന പോലത്തെ ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അവർ വിചാരിക്കുന്നുണ്ടാവും. ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി അവർ കൺഫ്യൂസ്ഡ് ആണ്, കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കാം. കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് ആണ്. അവർ എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയില്ല, അവർക്ക് ആരും ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല അവർ. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യം, വേറെ വ്യക്തി അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളും കൂടെ അവർ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അവർ ഡെഫിനറ്റ്ലി നിങ്ങളായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, അവർ ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ രണ്ടാളും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാളും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, രണ്ടാളും വെയിറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാളും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു സമയം കൂടിയാണ്. അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അവരുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ സീക്രട്ട് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. അവർ സീക്രട്ട് ആയിട്ട് വെക്കാൻ കാരണം വേറെ ആൾക്കാർ ഇൻവോൾവ് ആവുമ്പം എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കോണ്ടാക്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റീയൂണിയൻ വരുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളെ കൂടെ നിൽക്കുമ്പോഴാണ് അവർ ഒരുപാട് സക്സസ് ആവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ഒരു പ്ലാൻ ഉണ്ട്, നിങ്ങളായിട്ടുള്ള ഒരു സീരിയസ് കമ്മിറ്റ്മെന്റിന് ഉള്ളൊരു പ്ലാൻ ഉണ്ട്. നിങ്ങളാണ് അവരുടെ ലൈഫിൽ ആ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ അവരതൊരു സക്സസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. ഓൾറൈറ്റ്, സോ അവർക്ക് കറന്റ്ലി അവർ ഈ ഒരു സിറ്റുവേഷനിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവാം. എൻഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും, ഓക്കെ, റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും, മുന്നോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് നിങ്ങളോട് പാഷനാണ്, ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള അറ്റാച്ച്മെന്റ് ആണ്, നിങ്ങൾക്ക് ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. കറന്റ്ലി അവർ നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് മിസ് ചെയ്യുന്ന സമയം കൂടിയാണ്. നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് മിസ് ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആവാണ്, എന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്. കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റീയൂണിയൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ. അതൊക്കെയാണ് നമ്പർ 1 നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, ഇൻറ്റൻഷൻ ആൻഡ് നെക്സ്റ്റ് മൂവ്. ഓക്കെ, ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പ്ലാൻ ഉണ്ട്. റിലേഷൻഷിപ്പൊക്കെ എൻഡ് ആയാൽ പോലും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. കറൻ്റ്ലി അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അവർ ആലോചിക്കുന്നുണ്ടാവും, പ്ലാൻ ചെയ്യുന്നുണ്ടാവും അതിന് വേണ്ടിയിട്ട്. കാരണം നിങ്ങളായിട്ട് ഒരു റീയൂണിയനെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. സോ അതൊക്കെയാണ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിങ്. സോ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. ഇതൊരു ജനറിക് റീഡിംഗ് മാത്രമാണ്. സോ ലെറ്റ്സ് മൂവ് ടു നമ്പർ 2 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, കറണ്ട് സിറ്റുവേഷൻ, ഇൻറ്റൻഷൻ ആൻഡ് നെക്സ്റ്റ് മൂവ് ടുവേർഡ്സ് യു? സോ നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, നിങ്ങളിപ്പം ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു സിറ്റുവേഷന് മൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഈ ഒരു സിറ്റുവേഷന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അവരിപ്പോഴും ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷന് ഒരു ന്യൂ സ്റ്റാർട്ട് പോലെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. കാരണം അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ്. ഓക്കെ, അവർ വിചാരിക്കുന്നത് അവർക്ക് ഈ ഒരു സിറ്റുവേഷന് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. മേ ബി അവർക്ക് വേറെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരത്ര സീരിയസ് ആയിട്ട് കാണുന്നില്ല. ഓക്കെ, അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും തിരിച്ചു വരണം, നിങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ന്യൂ സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ് ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരത്ര സീരിയസ് ആയിട്ട്, ഭയങ്കര സില്ലി ആയിട്ട്, അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ട് കാണുന്നുണ്ടാവില്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓൾറൈറ്റ്, സോ എന്താണ് അവരുടെ കറണ്ട് ഫീലിംഗ്, കറണ്ട് സിറ്റുവേഷൻ ആൻഡ് നെക്സ്റ്റ് മൂവ് ടുവേർഡ്സ് യു, ദെയർ ഇൻറ്റൻഷൻ? നമ്പർ 2, വാട്ട് ഈസ് യുവർ പേഴ്സൺസ് കറണ്ട് ഫീലിംഗ്, ഇൻറ്റൻഷൻ ആൻഡ് നെക്സ്റ്റ് മൂവ് ടുവേർഡ്സ് യു? Their current feeling, intention and next move towards you. Number 2. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സഡൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവരെന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൂടെ പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, ഫിനാൻഷ്യലി അവർ ബാലൻസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് സീക്രട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും, ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് വേറെ എന്തെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും സീക്രട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അവരത്ര ഓപ്പൺ ആയിരുന്നില്ല നിങ്ങളുടെ അടുത്ത് അത്ര ഓപ്പൺ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇമോഷൻസ് ആയിരിക്കും അവർ സീക്രട്ട് ആയിട്ട് വെക്കുന്നുണ്ടാവുക. നിങ്ങളായിട്ട് ഇപ്പം എന്തെങ്കിലും ഹൈഡോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് സീക്രട്ട് ആയിട്ട് വെക്കുന്നുണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് എന്തെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം, എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാവാം. അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അവർ കറന്റ്ലി ഫിനാൻഷ്യലി ബാലൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ 2 കാര്യങ്ങൾ അവരുടെ ലൈഫിൽ മാനേജ് ചെയ്യാനുണ്ടാവാം. അവരുടെ ലൈഫിൽ ഒരു അപ്പ് ആൻഡ് ഡൗണിൽ കൂടെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളുടെ അടുത്ത് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അവർക്ക് നിങ്ങളോടുള്ള ഒരു പാഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളോടുള്ള ഒരു പാഷൻ അവർക്കുണ്ട്. അവരിപ്പം എന്തൊക്കെ സിറ്റുവേഷനിലായാലും, അവർ ട്രാവൽ ചെയ്യുന്ന സിറ്റുവേഷനിലായാലും, മറ്റെന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും, ഫിനാൻഷ്യലി ഉള്ള സിറ്റുവേഷൻ ആയാലും പോലും അവർ ഈ ഒരു നിങ്ങളോടുള്ള ഒരു പാഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളോടുള്ള പാഷൻ അവർക്ക് അവർക്കൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് അവർക്ക് ഭയങ്കരമായിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം, നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് അവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവരത്ര ഓപ്പൺ ആവുന്നുണ്ടാവില്ല. ഓക്കെ, അവരുടെ ഇമോഷൻസ് ഒക്കെ അവർ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ നിങ്ങളോടുള്ള ഫീലിങ്സ് ഒക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നേച്ചർ അങ്ങനെയാണ്. അവർ ഇമോഷൻസ് ഒന്നും അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളായിരിക്കാം. പക്ഷെ അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ്. കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ആവശ്യമുള്ള സമയത്ത് അവർ കാര്യങ്ങളൊക്കെ
ഇമ്മച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള സിറ്റുവേഷനും കൂടെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം അവർ ഇമോഷണലി അൺഅവൈലബിൾ ആണ്. അവർ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളടുത്ത് ഓപ്പൺ ആവുന്നുണ്ടാവില്ല. ഓക്കെ, ആ ഒരു ഇമോഷൻസ്, ആ ഫീലിങ്സ് ഒന്നും അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഫിനാൻഷ്യലി വർക്ക് ചെയ്യുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ കാര്യം അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സഡൻ ആയിട്ടുള്ള ചേഞ്ച്, മാറ്റം വന്നിട്ടുണ്ടാവുക. അതെല്ലാം ഉണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കൂടെ കാര്യങ്ങൾ അവർക്ക് ബാലൻസ് ചെയ്യാനുണ്ടായിരിക്കാം. വേറെ വ്യക്തിയായിരിക്കാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം. പക്ഷെ അവർക്ക് നിങ്ങളോടുള്ള ഒരു പാഷൻ ഉണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റാത്തത് അതാണ്. ഇപ്പം നിങ്ങൾ കോൺടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം ഈ ഒരു ബ്രേക്കപ്പ് ഒന്നും അത്ര അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അവർ അത്ര സീരിയസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അവർക്ക് ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അവർ. ഓക്കെ, വാട്ട് ഈസ് ദിയർ കറന്റ് സിറ്റുവേഷൻ? ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് എന്ത് ഹാൻഡിൽ ചെയ്യണം? എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം, സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ നിങ്ങൾ അറിയാണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ കാര്യങ്ങൾ അവർക്ക് ഒരുപാട് ഹെഡേക്ക് ആയിട്ടുണ്ടാവാം. നിങ്ങളടുത്ത് ചെയ്യുന്ന സീക്രട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ മേ ബി നിങ്ങളത് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവാം. ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സീക്രട്ട് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തിട്ടുണ്ടാവാം. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. മേ ബി അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം, വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്തൊരു കാര്യം നിങ്ങളടുത്ത് ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അവരുടെ ഇൻറ്റൻഷൻ, എന്തെങ്കിലും കാര്യം നിങ്ങളടുത്ത് സീക്രട്ട് ആയിട്ട് വെക്കുന്നുണ്ടാവാം. വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ ടുവേർഡ്സ് യു ആൻഡ് ദിസ് റിലേഷൻഷിപ്പ്? സോ നമ്പർ 2, അവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അവരെ ഒരുപാട് രീതിയിൽ സന്തോഷിപ്പിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അവരെ ഒരുപാട് രീതിയിൽ സന്തോഷിപ്പിക്കാൻ പറ്റും. ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഈവൻ അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവർ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അതൊക്കെയാണ് അവരുടെ ഒരു ഇൻറ്റൻഷൻ. ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അതായിരിക്കാം. അവർ സീക്രട്ട് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. ഓക്കെ, അതിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടാവും. ഏത് രീതിയിലായാലും നിങ്ങൾ അവരെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടാവും. അവർ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരാളായിരിക്കാം നിങ്ങൾ അവരുടെ ലൈഫിൽ. ഓക്കെ, അതാണ് അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങളാണ് അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ. ഓക്കെ, എസ്പെഷ്യലി നമ്മൾ ആ ഒരു ഫിസിക്കൽ കാര്യത്തിലേക്ക് വരുമ്പം നിങ്ങളാണ് അവരുടെ ആ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ആ ഒരു പാഷൻ അവർക്ക് നിങ്ങളോടുണ്ട്, ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ്, ആ ഒരു ക്രേവ് നിങ്ങളോടുണ്ട്. അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. അവർക്ക് ഈവൻ നിങ്ങളെ കോണ്ടാക്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അവർ സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അവർ സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുന്ന ആളാണ്. ഓക്കെ, അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തതിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. ഓക്കെ, അവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. അതിലവർ ചിലപ്പോൾ നിങ്ങളത് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, അതിലവർ ഒരുപാട് സ്റ്റക്കാണ്. അപ്പം എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവർക്ക് അറിയില്ല. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടുള്ള പോലെയാണ് കാണുന്നത്. പക്ഷെ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്നുണ്ട്. അവർക്ക് മേ ബി അവർ നിങ്ങളെ ഇപ്പം നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. എസ്പെഷ്യലി അവരൊരു മെസ്സേജ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യും. ഡെഫിനറ്റ്ലി ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അവർക്കൊരു ട്രാവൽ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടാവും. ലൈഫിലേക്ക് അവർ വീണ്ടും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങളോടുള്ള ഒരു പാഷൻ അവർക്ക് അത്രയ്ക്കും സ്ട്രോങ് ആണ്. നിങ്ങളോടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ അടുത്തുനിന്ന് ഉള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളെടുത്തുനിന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. നിങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ വേറെ എവിടെ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. അതൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ സ്റ്റക്കായിട്ടിരിക്കാൻ കാരണം. അവർക്ക് ആ ഒരു നിങ്ങളോടുള്ള ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് കൊണ്ടാണ് എസ്പെഷ്യലി അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ആ ഒരു പാഷൻ നിങ്ങളോട് ഭയങ്കരമായിട്ടുണ്ട്. അത് ഈവൻ
ഈവൻ നിങ്ങളിപ്പോൾ കോൺടാക്റ്റിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അതാണ് അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നത്. ഒരു സഡൻ ആയിട്ടുള്ള കോൺവെർസേഷൻ, ഓക്കെ, സഡൻ ആയിട്ടുള്ള കോൺവെർസേഷൻ അവരുടെ അടുത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജ് കോളൊക്കെ അവർ ചെയ്യുന്നതാണ്. കാരണം അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അവർക്ക് നിങ്ങളുടെ ഒരു പ്രസൻസ് മിസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അവരെങ്ങനെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും, നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും, നിങ്ങളെ മീറ്റ് ചെയ്യാനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് നിങ്ങളോടുള്ള ഒരു പാഷൻ അത്ര ഡീപ്പാണ്, ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ്, ഫിസിക്കൽ ആഗ്രഹം, ആ ഒരു ഫിസിക്കൽ ഡിസയർ അത്ര സ്ട്രോങ് ആണ്. ഓക്കെ, അതൊക്കെയാണ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നമ്പർ 3 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 3, എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിംഗ്, ഇൻറ്റൻഷൻ ആൻഡ് നെക്സ്റ്റ് മൂവ് ടുവേർഡ്സ് യു? സോ നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ കോൺടാക്റ്റിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്വപ്നത്തിൽ കൂടെ നിങ്ങൾ ഒരുപാട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ സോള് നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ സോളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. അവർക്ക് അതൊരു ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു സോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രേവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടാവാം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഡിസേർവ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ജസ്റ്റിസ് വേണം. ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ സോൾ ഈസ് ട്രാവലിംഗ് ടു യു. ദിസ് ഈസ് അമേസിങ് ഗൈസ്. അല്ലെങ്കിൽ അവർ ഒരുപാട് നിങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അവർ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ട്, എസ്പെഷ്യലി അവരുടെ സോൾ. ഇറ്റ്സ് കമ്മിങ് ഫ്രം ദെയർ ഹാർട്ട്. ഓക്കെ, ഇറ്റ്സ് കമ്മിങ് ഫ്രം ദെയർ ഹാർട്ട്. ഐ ഫീൽ ദിസ് ഈസ് വെരി സ്ട്രോങ് relationship. Okay, it's very soul connected relationship. Let's ask what is their current feeling, current intention, and next move towards you. What is their current situation, current feeling, intention, and next move towards you? നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. What is their feelings, intention, and next move towards you? Number 3, എന്താണ് അവരൊരു current feeling എന്ന് പറയുന്നത്? The Hangman. നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും. ഓക്കെ, ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും, കോണ്ടാക്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ഹേർട്ടായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, അവർ ഒരുപാട് ഹേർട്ടായിട്ടുള്ള സിറ്റുവേഷനാണ്. അവർ എസ്പെഷ്യലി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എസ്പെഷ്യലി വാക്കുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, അവർ ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിൽ ടയേർഡാണ്. എസ്പെഷ്യലി നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ആയിരിക്കാം. ഓക്കെ, പക്ഷെ എന്നാലും അവർ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അവർക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാത്തൊരു സിറ്റുവേഷനാണ്. അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻ ദ പാസ്റ്റ് അവർ നിങ്ങളെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം സെലക്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ മാറ്റിയിട്ട് വേറെ വ്യക്തിനെ അവരുടെ ലൈഫിൽ സെലക്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അവർ. ഓക്കെ, അത് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളെ അവർ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ വേണ്ട രീതിയിൽ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് അവർക്കൊരു തോന്നലുണ്ടാവാം. അല്ലെങ്കിൽ അവർ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവർക്ക് ഇപ്പം ഒരുപാട് വിഷമം ഉണ്ടായിരിക്കാം. അവർ കാരണം ഉണ്ടായിട്ടുള്ള പ്രശ്നമായിരിക്കാം. ഓക്കെ, അവരായിട്ട് എടുത്ത ഡിസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ കാരണമായിരിക്കാം ആ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ജഡ്ജ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ഈ ഒരു സിറ്റുവേഷനിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനൊരു ജസ്റ്റിസ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം അവരും ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം
അവർ നിങ്ങളെ വളരെ സക്സസ്ഫുൾ ആയിട്ട് കാണുന്ന ഒരാളാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ലക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറായിട്ട് കാണുന്ന ഒരാളാണ്. നിങ്ങൾ ഒരുപാട് അവരുടെ ലൈഫിൽ അവർ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ. കഴിഞ്ഞ കാലത്ത് അവർ എന്തെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവരുടെ ലൈഫിൽ അവർ വേറെ ആരെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയിട്ടുണ്ടാവാം. ആ റിലേഷൻഷിപ്പിന് വേണ്ട ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു വേണ്ട ഒരു കൺസിഡറേഷൻ അവർ കൊടുത്തിട്ടുണ്ടാവില്ല. അവർ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. ഓക്കെ, അവരായിട്ട് തന്നെ പോയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, അവരായിട്ട് തന്നെ പാസ്റ്റിൽ മൂവ് ഓൺ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, അവരായിട്ട് തന്നെ എടുത്തിട്ടുള്ള ഡിസിഷൻ ആയിരിക്കാം. പക്ഷേ അവർക്ക് ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവർ ഒരുപാട് ടയേർഡാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങളാണ് ഇപ്പം അവരുടെ ഒരു വേൾഡ്, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് വേണമെങ്കിൽ പറയാം. ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. ഇപ്പം അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് റിയലി ഹാപ്പി ആൻഡ് ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. വാട്ട് ഈസ് ദിയർ ഇന്റൻഷൻ, ഫീലിംഗ്സ് ആൻഡ് നെക്സ്റ്റ് മൂവ് ടുവേർഡ്സ് യു? വാട്ട് ഈസ് ദിയർ കറന്റ് ഫീലിംഗ്? Their intention. What is their intention? What is their intention? And next move towards you. What is their next move towards you? Their next move towards you. So they will fight for this relationship. Okay, they will fight for you, fight for your relationship. They have a plan to come back to your life. തേർഡ് പാർട്ടി ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിട്ടുണ്ടാവാം. അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടാവാം. ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അവർക്ക് നിങ്ങളോട് ആ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു സോൾ കണക്ഷൻ, ആ ഒരു ഫീലിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ ഒരു ഈവൻ നിങ്ങൾ ഫിസിക്കലി ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ സൂപ്പർ സ്ട്രോങ്. നിങ്ങൾ ആ ഒരു ഫീലിങ്സ് ഒക്കെ മ്യൂച്വലാണ്. ഓക്കെ, അതാണ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ തോന്നുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ടുള്ളത് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ആ ഒരു ഐഡിയൽ പാർട്ട്ണർ, അല്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത്. നിങ്ങൾ നോർമൽ ആൾക്കാരെ പോലെ ആയിരിക്കില്ല. ഓക്കെ, നിങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകത അവർ കണ്ടിട്ടുണ്ടാവാം. അവർ ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. അവരായിട്ട് തന്നെ ഇനീഷ്യേറ്റ് ചെയ്യും, അവരായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ട്രാവൽ ചെയ്യും. ഓക്കെ, അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം. അവർ ഈ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം. കാരണം അവരുടെ സോളിനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒന്നും അവരുടെ സോളിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അവരുടെ സോൾ, നിങ്ങൾ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ സോൾ ആക്ച്വലി നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സോളിനെ മീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് മേ ബി നിങ്ങൾ രണ്ടാളുടെയും, ഓക്കെ, നിങ്ങൾ രണ്ടാളും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ സോള് അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങളുടെ രണ്ടാളുടെ സോളും, നിങ്ങളിപ്പോൾ എത്ര ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സോൾ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ സോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നുണ്ടാവും. കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ കണക്ഷൻ അത്ര ഡീപ്പാണ്. അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ളൊരു പ്ലാൻ ഉണ്ടാവാം. ഈ ഒരു സിറ്റുവേഷൻ അവർ സ്റ്റക്കാണ്. മേ ബി തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ട്രാവൽ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അവർ കോൺഫിഡൻ്റ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾ തമ്മിൽ അത്ര സോൾ കണക്ഷൻ ആണുള്ളത്. ഓക്കെ, മേ ബി അവർ പാസ്റ്റിൽ അവർ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പം അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, ആ ഒരു നിങ്ങൾ എത്രമാത്രം സ്പെഷ്യൽ ആണെന്നൊക്കെ അവർ റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് സോൾ കണക്ഷൻ ആണുള്ളത്. നിങ്ങളിപ്പം കോണ്ടാക്റ്റിലൊന്നും ഇല്ലെങ്കിൽ പോലും, നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ സോള്, നിങ്ങൾ രണ്ടുപേരുടെ സോളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കറൻ്റ്ലി അവർ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. പക്ഷേ അവരായിട്ട് തന്നെ ആ ഒരു മൂമെൻറ്റ് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓൾറൈറ്റ്, സോ അതാണ് നമ്പർ 3 നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് സിറ്റുവേഷൻ. ഓൾറൈറ്റ്, സോ ഇതൊരു ജനറിക് റീഡിംഗ് ആണ്. എല്ലാവരുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കണക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.